നമസ്കാരം. ഏവർക്കും ആസ്ട്രോ മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. സ്വന്തം കുടുംബക്ഷേത്രം ഏതാണെന്ന് അറിയാത്തത് പലരെയും അലട്ടുന്ന ഒരു പ്രശ്നമാണ്. നമ്മുടെ പൂർവികർ ആരാധിച്ചിരുന്ന കുടുംബത്തിൻ്റെ ഐശ്വര്യത്തിന് കാരണക്കാരായ ദേവനെയോ ദേവിയെയോ കണ്ടെത്താൻ ജ്യോതിഷത്തിലും ആചാരങ്ങളിലും ചില എളുപ്പവഴികൾ പറയുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിലെ പല പ്രശ്നങ്ങളുടെയും അടിസ്ഥാന കാരണം കുലദേവതയുടെ അല്ലെങ്കിൽ കുടുംബക്ഷേത്രത്തിലെ ഭഗവാന്റെ പ്രീതിയില്ലായ്മയാകാം. വീട്ടിലെ അനാവശ്യ കലഹങ്ങൾ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, രോഗദുരിതങ്ങൾ എന്നിങ്ങനെ നീളുന്ന പ്രശ്നങ്ങൾ. ഇതിനൊക്കെയുള്ള പരിഹാരം കുടുംബക്ഷേത്രത്തിലെ ദേവതയെ പ്രീതിപ്പെടുത്തുക എന്നതാണ്. എന്നാൽ സ്വന്തം കുടുംബക്ഷേത്രം ഏതാണെന്നറിയാതെ എങ്ങനെ നമ്മൾ അവരെ പ്രീതിപ്പെടുത്തും? ഇന്നത്തെ വീഡിയോയിൽ ജ്യോതിഷപ്രകാരവും ആചാരപ്രകാരവും നമ്മുടെ കുടുംബക്ഷേത്രം എങ്ങനെ എളുപ്പത്തിൽ കണ്ടെത്താം എന്ന് വിശദമായി നോക്കാം. കുടുംബക്ഷേത്രം കണ്ടെത്താനുള്ള ഏറ്റവും ആദ്യത്തെയും എളുപ്പമുള്ളതുമായ വഴി നമ്മുടെ കുടുംബത്തിലെ മുതിർന്ന കാരണവന്മാരിലേക്ക് ഇറങ്ങിച്ചെല്ലുക എന്നതാണ്. പലപ്പോഴും ജോലി സംബന്ധമായോ മറ്റോ നമ്മൾ ജന്മനാട്ടിൽ നിന്നും മാറി താമസിക്കുമ്പോൾ ഈ ബന്ധങ്ങൾ നഷ്ടപ്പെടാറുണ്ട്. നിങ്ങളുടെ അച്ഛൻ്റെയോ അമ്മയുടെയോ കുടുംബത്തിലെ ഏറ്റവും പ്രായം ചെന്ന ആളുകളെ പോയി കാണുക. അവർക്ക് ഒരുപക്ഷെ ക്ഷേത്രത്തിൻ്റെ പേര് കൃത്യമായി അറിയില്ലെങ്കിലും ചില പ്രധാന സൂചനകൾ നൽകാൻ സാധിക്കും. ഉദാഹരണത്തിന്, പണ്ട് കാലത്ത് കാരണവന്മാർ ആണ്ടിലൊരിക്കൽ പോയിരുന്ന ദൂരെയുള്ള ഒരു കാവിനെക്കുറിച്ചോ വീട്ടിൽ പണ്ട് നടത്തിയിരുന്ന പ്രത്യേക പൂജകളെക്കുറിച്ചോ അവർക്ക് ഓർമ്മയുണ്ടാകും. ഈ സൂചനകൾ വച്ച് നമുക്ക് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാം. മുതിർന്നവരിൽ നിന്നും കൃത്യമായ വിവരം ലഭിച്ചില്ലെങ്കിൽ അടുത്തതായി നമ്മൾ ആശ്രയിക്കേണ്ടത് ജ്യോതിഷത്തെയാണ്. ഒരു നല്ല ജ്യോത്സ്യനെ കണ്ട് കുടുംബ പ്രശ്നമോ അല്ലെങ്കിൽ താമ്പൂല പ്രശ്നമോ വെപ്പിച്ചു നോക്കുക. ജ്യോതിഷത്തിൽ 4-ാം ഭാവവും 9-ാം ഭാവവും ഒക്കെ വിശകലനം ചെയ്ത് നിങ്ങളുടെ കുലദേവത ഏതാണെന്ന് കണ്ടെത്താൻ സാധിക്കും. അത് ദേവിയാണോ അതോ ദേവനാണോ എന്ന് ജ്യോത്സ്യൻ പറഞ്ഞു തരും. മാത്രമല്ല, ഈ ക്ഷേത്രം നിങ്ങളുടെ നിലവിലുള്ള വീടിൻ്റെ ഏത് ദിക്കിലാണ് സ്ഥിതി ചെയ്യുന്നതെന്നും അവിടെ നിലവിൽ പൂജകൾ നടക്കുന്നുണ്ടോ അതോ വഴിപാടുകൾ മുടങ്ങിക്കിടക്കുകയാണോ എന്ന് പോലും പ്രശ്നചിന്തയിലൂടെ അറിയാൻ സാധിക്കും. ഇനി ജ്യോതിഷ വഴിക്ക് പുറമെ നമുക്ക് സ്വയം ചെയ്യാവുന്ന ഒരു ആത്മീയ മാർഗമുണ്ട്. ഭക്തിയോടെ ഭഗവാനെ വിളിച്ചാൽ ഭഗവാൻ തന്നെ നമുക്ക് വഴി കാണിച്ചു തരും. ഇതിനായി തുടർച്ചയായി 11 ദിവസം കർശനമായ വ്രതം അനുഷ്ഠിക്കുക. ദിവസവും രാവിലെയും വൈകുന്നേരവും കുളിച്ച് ശുദ്ധിയായി വീട്ടിൽ നിലവിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുക. എൻ്റെ കുലദേവത ആരാണെന്ന് എനിക്കറിയില്ല. അവിടുത്തെ ദർശിക്കാൻ എനിക്ക് മനസ്സുകൊണ്ട് ആഗ്രഹമുണ്ട്. ദയവായി എനിക്ക് വഴി കാണിച്ചു തരണമേ എന്ന് പ്രാർത്ഥിക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ 11 ദിവസത്തിനുള്ളിൽ സ്വപ്നത്തിലൂടെ ഭഗവാൻ നിങ്ങൾക്ക് ദർശനം നൽകുകയോ അല്ലെങ്കിൽ ആ ക്ഷേത്രത്തിൻ്റെ അടയാളങ്ങൾ കാണിച്ചു തരികയോ ചെയ്യും എന്നാണ് വിശ്വാസം. കുടുംബക്ഷേത്രം കണ്ടെത്താൻ സഹായിക്കുന്ന മറ്റൊരു മാർഗമാണ് കാണിക്കവഞ്ചി സമർപ്പണം. വീട്ടിൽ ഒരു പുതിയ മൺപാത്രമോ ചെറിയ തടിപ്പെട്ടിയോ വാങ്ങി അതിൽ കുടുംബക്ഷേത്രം അല്ലെങ്കിൽ പരദേവത എന്ന് എഴുതി വയ്ക്കുക. എന്നിട്ട് ദിവസവും രാവിലെ വിളക്ക് കൊളുത്തുമ്പോൾ അതിൽ നിങ്ങളുടെ പ്രാർത്ഥനയോടെ ഒരു നാണയം സമർപ്പിക്കുക. എൻ്റെ പരദേവതയെ കണ്ടെത്തുമ്പോൾ ഈ കാണിക്ക ഞാൻ അവിടുത്തെ സന്നിധിയിൽ സമർപ്പിച്ചു കൊള്ളാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നമ്മൾ ഇങ്ങനെ ഭക്തിയോടെ ചെയ്യുമ്പോൾ വിചാരിക്കാത്ത ഏതെങ്കിലും വഴിയിലൂടെ നമ്മുടെ കുടുംബക്ഷേത്രത്തിലേക്ക് ഭഗവാൻ നമ്മളെ എത്തിക്കും. ഇത് പലരുടെയും ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞിട്ടുള്ള കാര്യമാണ്. സ്വന്തം കുലദേവതയെ കണ്ടെത്തി പ്രാർത്ഥിക്കുന്നത് നമ്മുടെ ജീവിതത്തിലെ പകുതി ദുരിതങ്ങളും ഇല്ലാതാക്കും. കാരണം മറ്റ് ഏത് വലിയ ക്ഷേത്രത്തിൽ പോയി വൻ വഴിപാടുകൾ നടത്തിയാലും സ്വന്തം പരദേവതയുടെ അനുഗ്രഹമില്ലെങ്കിൽ അതിനൊന്നും പൂർണ്ണ ഫലം ലഭിക്കില്ല. അതിനാൽ മുകളിൽ പറഞ്ഞ വഴികളിലൂടെ നിങ്ങളുടെ കുടുംബക്ഷേത്രം കണ്ടെത്താൻ ഒരു ശ്രമം നടത്തി നോക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടുതൽ അറിവുകൾക്കായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.